ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി, നിങ്ങളെൻ്റെ സ്റ്റോറേജ് കണ്ടു ഗൈസ്. എൻ്റെ സാധനങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ടോ, ഫുള്ള് കംപ്ലീറ്റ് നിറഞ്ഞു. അപ്പോൾ ഇപ്പം എനിക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് റൂമാണ് ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സ്റ്റോറേജ് സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റോറേജ് ഒരു റൂം ഉണ്ടാക്കാമെന്ന്. സോ ഈ ഒരു രീതിയിൽ ഞാനിവിടെ ഫുള്ള് വൃത്തിയാക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ അത്യാവശ്യം വലുതാക്കുവാണ്. ഇതുപോലെ കംപ്ലീറ്റ് അത്യാവശ്യം വലുതാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാങ്ക്സോ ബ്രിക്കോ ഇത് വെച്ചിട്ട് ഈ മണ്ടഭാഗം ഫുള്ള് അടയ്ക്കണം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഇതേപോലെ നമ്മുടെ റൂമാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രിക്സ് എനിക്ക് ഫുള്ള് കിട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ തടി വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് ആ ഒരു ചെസ്റ്റൊക്കെ വെക്കുമ്പോൾ വലുതായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ ചെസ്റ്റ് വയ്ക്കുന്നുണ്ട്. 2 ലെയറേ വെക്കാൻ പറ്റത്തുള്ളൂ, 3ാമത്തെ ലെയർ വെക്കാൻ പറ്റത്തില്ല, തുറക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വെറുതെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്കെൽറ്റൻ ഉണ്ടായിരുന്നു. ഞാൻ അവനെ തല്ലി കൊന്നപ്പോഴത്തേക്കും അവിടെ ഒരു ക്രീപ്പർ പൊട്ടിത്തെറിച്ചു. അപ്പോഴത്തേക്കൊരു സോംബി വന്ന് ഇനി അടിച്ചിടാൻ നോക്കി ഫുൾ അലങ്കോലമാക്കി അവിടെ. അപ്പോൾ ഞാനാണെങ്കിൽ അവനെ ഞാൻ തൊട്ടു. പിന്നെ ഇവരെ കണ്ടു. ഇവന്മാർ ഞാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇവന്മാർ വന്നു. അപ്പം ഞാനാണെങ്കിൽ ഇവന്മാരെയും കൂടെ ജസ്റ്റ് ഒന്ന് തല്ലിക്കൊള്ളാൻ വിചാരിച്ചു. ഒരുപാട് നേരം കഷ്ടപ്പെട്ടു. പിന്നെ ഇവന്മാർ ഈ ഷീൽഡിനകത്ത് തട്ടിയിട്ട് ഇവന്മാർക്ക് ഞാൻ വെടി കൊള്ളണം. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ലാസ്റ്റ് ഒരു തൊട്ട് കൊടുത്തപ്പോഴത്തേക്കും ഇവനും ചത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം ഈ ഒരു പവർ കിട്ടി. പിന്നെ ഒരുത്തൻ വെള്ളത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവനെയും കൊന്നപ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കൊന്നത്. ഈ ഒരു ബാഡ് ഓമൻ എന്ന് പറയുന്ന സംഭവമാണ്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ചത്തു ഗൈസ്, അതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ചെസ്റ്റ് കംപ്ലീറ്റ് ഇതേപോലെ ഈ ഒരു നമുക്ക് ഐറ്റം ഫ്രെയിം ഒക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ സോർട്ട് ഇങ്ങനെ ഓരോ പെട്ടിക്കകത്താക്കാന്ന് പറയാൻ നല്ല പണിയുള്ള പണിയാണ്. അതുകൊണ്ട് ഞാൻ പെയ്യാണെല്ലാം ചെയ്തത് ഗൈസ്. ഇപ്പം ആദ്യത്തെ ഇത് കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ എനിക്കിഷ്ടമുള്ളതാണ് ചെയ്തായിരുന്നു. അപ്പം ഇതിനകത്ത് ഫുള്ള് ഡേർട്ട്, ബ്ലോക്സ്, കോബിൾ സ്റ്റോൺ അതൊക്കെ. പിന്നെ ഇതിനകത്തൊക്കെ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ, പിന്നെ മേലിൽ ബാക്കി പൂള് സംഭവങ്ങളൊക്കെ. താഴെ ടൂൾസാണ് ഞാൻ വെച്ചത്. അപ്പോൾ പിന്നെ ഇതിൽ നേച്ചറിൽ നിന്ന് കിട്ടുന്ന സാധനം, പിന്നെ ഇതിൽ നിന്നും അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ ചവറൊക്കെ. പിന്നെ ഇത് സൈഡിൽ മറ്റേ വാലബിൾ സാധനങ്ങളൊക്കെയാണ്, നമുക്ക് അയൺ സംഭവങ്ങൾ അതൊക്കെ. പിന്നെ എൻ്റെ റൂമിൽ ഞാൻ എൻ്റെ അയൺ ആർമർ വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഇരിക്കട്ടെ വിചാരിച്ചു. പിന്നെ ഇവിടെ ഫുള്ള് നശിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ ഞാൻ പിന്നെ സെറ്റ് ചെയ്തോളാം. പിന്നെ ഞാൻ നേരെ പോയിട്ട് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഒത്തിരി നാളായിട്ട് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ കംപ്ലീറ്റ് ഒന്ന് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഒരു ഫാമിൽ ഇറങ്ങാനും ഇഷ്ടമല്ല, കാരണം ഇതാണ് പ്രോബ്ലം. ഒന്ന് ചാടിയാൽ ഇങ്ങനെ ആയിപ്പോവും. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് നട്ടിട്ടുണ്ട്. ഞാൻ പെയ്യാണ് ചെയ്തുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ രീതി കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ വളരണം. ഇപ്പോൾ ഈ ഒരു ഒരു സ്റ്റാക്ക് ക്യാരറ്റും പിന്നെ കുറച്ച് വീറ്റ്, കുറച്ച് പൊട്ടറ്റോ, കുറച്ച് ബീട്രൂട്ട് അതൊക്കെ കിട്ടി. ബാക്കിയൊക്കെ ഞാൻ നട്ടു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.